റമളാനിൻ്റെ രാത്രികളിൽ ധാരാളം ഇബാദത്ത് ചെയ്യാനും ഒരു സന്ദർഭം ലഭിച്ചു. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ഒരു വലിയ സന്ദർഭം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായി അള്ളാഹു കൊടുത്തതും കഴിഞ്ഞുപോയ 1,24,000 പരം വരുന്ന അംബിയ മുർസലീങ്ങൾക്കൊന്നും കൊടുക്കാതെ നബിതങ്ങളെ ഉമ്മത്തുകൾക്ക് മാത്രം സ്പെഷ്യലായി കൊടുത്തതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി. അത് റമളാനിൽ ഏതോ ഒരു രാത്രിയാണ്. പിന്നൊരിക്കൽ പറഞ്ഞെന്ന് അവസാനത്തെ 10 നിന്നുള്ള ഏതോ ഒരു രാത്രി. അതാ ഏതാണെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അറിയിച്ചു കൊടുത്താൽ പിന്നെ എല്ലാവരും അന്ന് മാത്രം തറാവീഹ് കഴിക്കാനുണ്ടാവും. അല്ല പിറ്റേന്നുണ്ടാവില്ല, മുമ്പും ഉണ്ടാവില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. രാവും പകലും പുണ്യമായതിൻ്റെ പുറമെ ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു രാത്രി അത് 1000 മാസത്തേക്കാൾ പുണ്യമായതാണ് എന്ന് പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, 1000 ദിവസമല്ല, 1000 മാസം. ആ മാസത്തേക്കാൾ പുണ്യമായതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് ചില ഹദീസുകളിൽ അത് 27-ാം രാവ് ആവാമെന്ന് പറഞ്ഞ ഒറ്റക്കാലം കൊണ്ട് ചില ജനങ്ങളൊക്കെ 27 എല്ലാവരും പള്ളിയിൽ പോകും, അന്ന് മാത്രം നിൽക്കും. അങ്ങനെ ചിലരുണ്ട്. അതൊന്നും പറ്റില്ല. ഏത് രാത്രിയാണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഈ കൊല്ലം ഏത് രാത്രിയാണ്, അടുത്ത കൊല്ലം ഏത് രാത്രിയാണ് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഇബാദത്തുകളിൽ മുഴുകുക, നിസ്കാരം വർദ്ധിപ്പിക്കുക, സദഖ വർദ്ധിപ്പിക്കുക, ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുക.